ഹലോ അസ്സാം വലൈക്കും വെൽക്കം ടു ടേസ്റ്റ് എക്സ്പ്ലോറർ. ഒരു സ്പെഷ്യൽ ബീഫ് പുലാവാണ് ഇന്നത്തെ റെസിപ്പി. വളരെ ഈസിയാണ്. നമ്മളധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ല. വീട്ടിലെപ്പോൾ ഉണ്ടാകുന്ന ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് അധികം ഉള്ളിയും ഇഞ്ചി വെളുത്തുള്ളിയും ഒന്നും അധികം ആവശ്യമില്ലാതെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പെഷ്യൽ ബീഫ് പുലാവാണ്. അപ്പോൾ നേരെ നമുക്ക് റെസിപ്പിയിലേക്ക് പോവാം. ആദ്യമായിട്ട് നമുക്കിതിന് വേണ്ട ഒരു മസാലക്കൂട്ട് റെഡിയാക്കണം. അതിനായിട്ട് ഒരു മിക്സിയുടെ ഗ്രൈൻഡർ ജാറിലേക്ക് ഒരു മീഡിയം സൈസ് ഇഞ്ചി ഇടുന്നുണ്ട്, ഒരു 5-6 അല്ലി വെളുത്തുള്ളി ഇടുന്നുണ്ട്. ഇത് വലിയ വെളുത്തുള്ളിയുടെ അല്ലിയാണ്. ഒരു 6 പീസ് എടുക്കാം. ഇതിലേക്ക് ഒരു 4-5 പച്ചമുളക് ഇടുന്നുണ്ട്. അതൊരു മീഡിയം എരിവുള്ളതാണ്. നമ്മളിതിലേക്ക് മെയിനായിട്ട് പച്ചമുളകാണ് എരിവിന് ചേർക്കുന്നത്. കൂടെ തന്നെ ഒരു 5-6 ഏലക്കായ ചേർക്കാം. അതിൻ്റെ കൂടെ ഒരു 5-6 പീസ് ഗ്രാമ്പു ചേർക്കുന്നുണ്ട്. ഇനി അതിൻ്റെ കൂടെ കുറച്ച് മല്ലി ചേർക്കാം. ഒരു ടേബിൾ സ്പൂണോളം മല്ലി ചേർക്കുന്നുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ആവശ്യമുള്ളത് ജീരകമാണ്. ഇത് വലിയ ജീരകം ഒരു ടീസ്പൂണോളം ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് നല്ല ജീരകം, അതായത് ചെറിയ ജീരകം ചേർക്കുന്നുണ്ട്. അതും ഏകദേശം ഒരു ടീസ്പൂണോളം ചേർക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. നന്നായിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ വേണം ഗ്രൈൻഡ് ചെയ്തെടുക്കാനായിട്ട്. ഇതുപോലെ ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുത്താൽ മതി. ഇനി നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് ഓരോ ടീസ്പൂൺ വീതം നല്ല ജീരകം, വലിയ ജീരകം, മല്ലി, അതുപോലെ തന്നെ ഒരു 4-5 പീസ് ഏലക്കായ, ഒരു 4-5 പീസ് ഗ്രാമ്പൂ, ഒരു 2-3 പീസ് പട്ട ഒക്കെ ഒന്ന് ഓയിലേക്ക് ഇടാൻ. എണ്ണ ചൂടായി വന്നാൽ നന്നായിട്ടൊന്ന് പൊട്ടി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു 2 വലിയ സവാള നീളത്തിൽ അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. സവാളയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. സവാള നന്നായിട്ട് സോഫ്റ്റായി വന്നാൽ മതി. നമ്മൾ ബിരിയാണിക്കൊക്കെ ആക്കുന്ന പോലെ കളറൊന്നും മാറണമെന്നില്ല. നന്നായിട്ടൊന്ന് സോഫ്റ്റായിട്ട് വന്നാൽ മതി. ഇപ്പോൾ സവാള ഒന്ന് സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള കൂട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളിയുടെ ഒക്കെ പച്ചമണം ഒന്ന് മാറി വരുന്നവരെ 1-2 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇതൊന്ന് നന്നായിട്ട് പച്ചമണം മാറിയാൽ നമുക്ക് ഇതിലേക്ക് ബീഫ് ഇട്ട് കൊടുക്കാം. ഇത് ഏകദേശം 1 കിലോ ബീഫാണുള്ളത്. മീഡിയം സൈസിൽ കട്ട് ചെയ്ത 1 കിലോ ബീഫാണുള്ളത്. ഇതും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ബീഫിൻ്റെ കളറൊക്കെ ചെറുതായിട്ടൊന്ന് മാറി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് 1 ടീസ്പൂണോളം കുരുമുളക് പൊടിച്ച് ചേർത്ത് കൊടുക്കാം. നമ്മളിതിൽ കുരുമുളകും പച്ചമുളകും മാത്രമേ എരിവിനായിട്ട് ചേർക്കുന്നുള്ളൂ. നേരത്തെ നമ്മൾ മസാലയിൽ പച്ചമുളക് അരച്ചിട്ടുണ്ടായിരുന്നു. ഇനി എരിവിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ട് കുരുമുളക് ചേർത്താൽ മതി. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിപ്പോൾ 2-3 മിനിറ്റ് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് ഏകദേശം 1 കപ്പോളം തൈര് ഇട്ട് കൊടുക്കാം. ഇതധികം പുളിയില്ലാത്ത തൈരാണ്, അതുകൊണ്ടാണ് ഞാൻ 1 കപ്പ് ചേർക്കുന്നത്. നല്ല പുളിയുള്ള തൈരാണെങ്കിൽ ഏകദേശം നമ്മളൊരു 1/2 കപ്പോളം ചേർത്തിട്ട് നോക്കിയാൽ മതിയാവും. നമ്മളിതിൽ പുളിപ്പിനായിട്ട് തക്കാളി ഒന്നും ചേർക്കുന്നില്ല. അപ്പോൾ ഈ തൈരിൻ്റെ പുളി മാത്രമേ ഉണ്ടാവുള്ളൂ. അതിനനുസരിച്ച് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് ചേർക്കണം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ആവശ്യത്തിനുള്ള ഉപ്പും ചേർക്കുക. ഇപ്പോൾ ബീഫിൽ നിന്നുള്ള വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിതിലേക്ക് ഒരു 3 കപ്പ് വെള്ളം ചേർക്കുന്നുണ്ട്. ഞാനിവിടെ 3 കപ്പ് അരിയാണ് എടുക്കുന്നത്. അതിന് 1 കപ്പ് അരിക്ക് 2 കപ്പ് വെള്ളം എന്നുള്ള നിലയിൽ എടുക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ 3 കപ്പ് ചേർക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ ഞാനിത് സ്ലോ കുക്കാണ് ചെയ്യുന്നത്. ചെറിയ സിമ്മിലിട്ട് ബീഫ് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ 1 കപ്പ് വെള്ളം എക്സ്ട്രാ ചേർക്കുന്നുണ്ട്. ഇതിപ്പോൾ നിങ്ങൾ പ്രഷർ കുക്കറിലാണ് ബീഫ് വേവിക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ 1 കപ്പ് എക്സ്ട്രാ ഒഴിക്കണമെന്നില്ല. 3 കപ്പ് വെള്ളം മാത്രം ചേർത്തിട്ട് വേവിച്ചെടുത്താൽ മതി. ബീഫ് ഒരു 90% വരെ വെന്ത് വരണം. ബാക്കിയുള്ളത് നമ്മൾ അരി ഇട്ടിട്ട് വേവിക്കുമ്പോൾ ആയിക്കോളും. അപ്പോൾ നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. അപ്പോൾ ബീഫ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. കാണാൻ ഇതിൻ്റെ കളറൊക്കെ ഒന്ന് ലൈറ്റായിട്ട് മാറി വന്നിട്ടുണ്ട്. നമ്മൾ കറിയുടെ ഒക്കെ പോലത്തെ ഒരു ഇതായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 3 കപ്പ് വെള്ളം കൂടി ഞാനിവിടെ തിളപ്പിച്ചിട്ടാണ് ചേർക്കുന്നത്. കാരണം നമ്മൾ ബീഫൊക്കെ വെന്തിട്ട് ചൂടായിട്ടിരിക്കുന്ന കാരണം ഇതിലേക്ക് തിളപ്പിച്ച് ഒരു 3 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്.
അതിൻ്റെ കൂടെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ ഉപ്പ് കുറഞ്ഞിട്ടുണ്ടാവും മസാലയിലുള്ളത്, അപ്പോൾ അതിനനുസരിച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി വെള്ളം നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് ഒരു 2-3 പച്ചമുളകും കൂടി ഞാൻ ചേർക്കുന്നുണ്ട്. അതൊന്നും കീറൊന്നും ചെയ്യാതെ ഡയറക്റ്റായിട്ട് അങ്ങനെ തന്നെ ഇടുകയാണ് ചെയ്യുന്നത്. നന്നായിട്ട് തിളച്ച് വന്നാൽ നമ്മളിതിലേക്ക് കഴുകി വാർത്ത് വെച്ചിട്ടുള്ള, ഇത് കുതിർത്തതാണ്, ഒരു അരമണിക്കൂറോളം കുതിർത്ത് വെച്ച ബസ്മതി റൈസാണ്. അത് ഇതിലേക്ക് വാർത്തിട്ടിട്ട് കൊടുക്കണം. വെള്ളമൊക്കെ ഒന്ന് സ്ട്രെയിൻ ചെയ്തിട്ട് വേണം ഇട്ട് കൊടുക്കാനായിട്ട്. ഇനി അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതൊന്ന് മൂടി വെച്ച് ഒരു 10-15 മിനിറ്റോളം സിം ചെയ്യുക. നല്ല ലോ ഫ്ലെയിമിൽ വെക്കണം, അല്ലെങ്കിൽ അരി വെന്ത് വരില്ല. അപ്പോൾ നമ്മൾ റൈസ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഏകദേശം ഒരു 15 മിനിറ്റിന് ശേഷം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇതിൽ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിയിട്ടുണ്ട്. നമുക്ക് കാണാം നമ്മൾ റൈസൊക്കെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സ്പെഷ്യൽ ബീഫ് പുലാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ഈസി ആയിട്ട് നല്ല ടേസ്റ്റിയിൽ ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റിൽ ഉണ്ടാക്കുന്ന പുലാവാണ്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക്സ് അറിയിക്കുക. ഒപ്പം തന്നെ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സായിട്ട് ഷെയർ ചെയ്യുക. താങ്ക് യു സോ മച്ച്.